ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കുറേ അധികം റെസിപ്പികളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാം മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. ലൈക്കിൻ്റെ കാര്യം മറന്നു പോകരുത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. അതാണ് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ മറന്നു കൊണ്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാന്ന് പറഞ്ഞത് നമുക്ക് നാളെ രാത്രിയിലത്തേക്ക് നമ്മൾ മച്ചൂനെയും പുതിയാപ്പള്ളിയും കൂടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വരുന്നുണ്ട്. അപ്പോൾ അതിനേക്കായിട്ട് എനിക്ക് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ, നാളെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നെസ്റ്റോയിൽ വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനും റഫീഖയുണ്ട്. അതായത് നാളെയാണ് നമ്മളെ പരിപാടി. ഇന്ന് രാത്രിയിലാണ് കേട്ടോ ഞാൻ സാധനം വാങ്ങാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ അധികം സാധനങ്ങളൊന്നും വേണ്ടതില്ല. കുറച്ച് ഇങ്ങനെ പാല്, ചീസ്, ബട്ടർ അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, അതൊക്കെ കേട്ടോ വാങ്ങാനുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ തലേ ദിവസം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 മണിയായപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നു കേട്ടോ വീണ്ടും. ഇനി കുറച്ച് നമ്മുടെ ഇന്ന് രാത്രിയിലേക്കാണല്ലോ നമ്മുടെ ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള ചിക്കൻ അങ്ങനത്തെയൊക്കെ ഒന്ന് മസാല പെറുക്കി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് ഫുഡെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചാൽ ഒട്ടും തിരക്കാവാതെ ഒന്ന് എന്താ പറയുക ടയേർഡാകാതെ നല്ല അടിപൊളിയായിട്ട് ഒരു ചെറിയൊരു പാർട്ടി നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ നമ്മുടെ ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതിലേക്കായിട്ട് ഉള്ള ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ചിക്കൻ എടുക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഏറ്റവും ചെറിയ ചിക്കൻ നോക്കിയിട്ട് വാങ്ങുക കേട്ടോ. 1 കിലോയിൽ താഴെ വരുന്നതുണ്ടാവും, ഒരു 800 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെറുതായിട്ടുള്ളത് ഉണ്ടാവും. ഇപ്പോൾ എനിക്കിപ്പോൾ അത് കിട്ടിയിട്ടില്ല, എനിക്ക് കുറച്ച് വലുതാണ് കിട്ടിയിട്ടുള്ളത്. 1,600 ഉണ്ട് കേട്ടത്. അപ്പോൾ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. ഇന്നലെയും എനിക്ക് പോയിട്ട് കിട്ടിയില്ല. പിന്നെ ചെറുത് വരികയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് നോക്കി, പക്ഷെ കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ഒരു അളവിനുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീട്ടിൽ അത് നോക്കിയെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറവുള്ളത് കേട്ടോ, വെയിറ്റ് കുറവുള്ള ചെറിയ ചിക്കൻ നോക്കി വാങ്ങുക കേട്ടോ. ഇങ്ങനത്തെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കനിലേക്ക് കുറച്ച് സമയം വെള്ളമൊക്കെ ഒന്ന് വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം ഇതുപോലെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാർഡായിട്ടുള്ള ഭാഗമല്ലേ, കട്ടിയായിട്ടുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുമ്പോൾ ഇനി അതിലേക്കുള്ള മുളക് പൊടി മസാലകൾ എടുക്കുന്നുണ്ട്. ഞാനൊരു 3.5 ടീസ്പൂൺ മസാല എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് അല്ല, വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ വെളുത്തുള്ളീൻ്റെ പൗഡർ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് എടുത്തിട്ടുണ്ട്. അതുണ്ടെങ്കിൽ അതെടുത്തോ, ഇല്ലെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ആക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ വിനീഗർ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് രണ്ടാണെങ്കിലും മതി. തൈര് എടുക്കണ്ട കേട്ടോ, ഒരുപാട് മസാലയായി പോവും. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ വരുത്താം. ഞാനിപ്പോൾ എൻ്റെതായിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഏതെങ്കിലും വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ടൈപ്പിലുള്ള ഓയിലും കൂടെ ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൽ 2-3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിൽ നന്നായിട്ട് ഈ മസാല നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഒരു ലെമൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ലെമണൊക്കെ അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് പെട്ടെന്ന് മസാലയ്ക്കുള്ളിലേക്ക് കയറി പിടിക്കാനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മളിത് മസാല പെറുക്കുന്ന സമയത്ത് ഒന്നുകിൽ, അതായത് എനിക്ക് ഇന്ന് രാത്രി പരിപാടി ആയതുകൊണ്ട് തലേ ദിവസം തന്നെ നമുക്ക് മസാല സെറ്റാക്കി വെക്കാം, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ചെയ്ത് വെക്കാം കേട്ടോ. 8 മണിക്കൂർ എന്തായാലും മസാല പെറുക്കി വെക്കണം. അപ്പോൾ ഞാനിതിൻ്റെ കൈയും കാലൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നേ, ഇതുപോലെ കേട്ടോ, നൂല് വെച്ചിട്ട്
ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. കാല് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, കൈ ബാക്കിലേക്ക് ഇങ്ങനെ നമ്മൾ ബാക്കിലേക്ക് കൈ കെട്ടി നിൽക്കൂലേ അതുപോലെ ഇതുപോലെ നൂലെടുത്തിട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ. അത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ കാലും കൈ ഇങ്ങനെ വിടർന്ന് വരും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കട്ടെ. ഞാൻ ഇതാ ഒന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രീസറിലല്ല ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ഒരൈറ്റത്തിനുള്ള മസാല പെരക്കി വെക്കൽ കഴിഞ്ഞു. ഇനി ഇത് രാത്രി പണിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഗ്രില്ല് ചെയ്യേണ്ട സമയത്ത് എടുത്തിട്ട് ഓവനിലേക്കോ അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്തെടുക്കുന്നത് ആ രീതിയിലൊന്നും ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് ഞാനൊരു ചിക്കൻ ടിക്ക കബാബ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മസാലയും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലെമൺ ജ്യൂസിന് പകരം നിങ്ങൾക്ക് വിനീഗർ എടുക്കുക കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് വെളുത്തുള്ളിനേക്കാളും കുറച്ച് കുറവ് വേണം കേട്ടോ ഇഞ്ചി പേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഏത് ഐറ്റത്തിലേക്കാണെങ്കിലും അങ്ങനെ തന്നെ എടുത്താൽ മതി, ആ ഒരു റേഷ്യോയിൽ എടുത്താൽ മതി. പകുതി അല്ലെങ്കിൽ 1/4 ഭാഗം അങ്ങനെ മതി കേട്ടോ. പിന്നെ ഇനി ആ ചിക്കനിലേക്കുള്ള കബാബിലേക്കുള്ള ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളം ഒക്കെ വാലാൻ വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് കേട്ടോ. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാകും. എല്ലുള്ള പീസ് ഇതിനായിട്ട് എടുക്കരുത്. എല്ലില്ലാത്ത പീസ്, അത് ഏത് ഭാഗത്തായാലും കുഴപ്പമില്ല, എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ സ്ക്വയറായിട്ട് ക്യൂബായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വിനാഗിരി, ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് നന്നായിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മസാല പെരക്കി ഒരു സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ തന്നെ മാറ്റി വെക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റെങ്കിലും അവിടെ മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മസാലയൊന്ന് സെറ്റാക്കാനുണ്ട് അതിലേക്കായിട്ട്. അതിനായിട്ട് ഞാൻ പുളിയില്ലാത്ത തൈര്, കട്ടത്തൈരില്ലേ, അതെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ, ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ അത്രയും ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. ബാക്കി ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഇനി അതിലേക്കുള്ള മുളക് പൊടി ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ ഇത് കസൂരി മേത്തിയാണ് കേട്ടോ, നമ്മൾ ഉലുവയിലല്ലേ, അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. എണ്ണയൊന്നും ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് കൈ വെച്ചൊന്നും തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊരു 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തോ, നല്ല ഫ്ലേവർ ആയിരിക്കും. ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്തായാലും വരണം കേട്ടോ. ഈ ഒരു കബാബ് ഉണ്ടാക്കാൻ ഉലുവയില എന്തായാലും വേണം കേട്ടോ. നമ്മുടെ കസൂരി മേത്തി നമ്മുടെ എന്താ പറയുക സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ സൂപ്പറായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇപ്പം എല്ലായിടത്തും അവൈലബിൾ ആണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ചിക്കൻ മാറ്റി വെച്ചില്ലേ, അതൊരു അരമണിക്കൂറോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കട്ടെ. ഇത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും നിങ്ങൾ നേരത്തെ ഒന്നും ചെയ്ത് വെക്കണ്ട. ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു എന്നേ ഉള്ളൂ. ഒരു 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഒന്ന്, ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ അതും ഫ്രീസറിലേക്കല്ല ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് ടർക്കിഷ് ചിക്കനാണ് കേട്ടോ. അതിലേക്കുള്ള മസാലയും കൂടെ കൊടുക്കുക. കുറച്ച് ചിക്കൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് മുളക് പൊടി ഞാനൊരു അളവൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 3.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് കുറച്ച് പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം കുറച്ച് അധികം കേട്ടോ, ഇത്ര തന്നെ ചേർത്ത് കൊടുത്തു. ഞാനൊരു 1/4 കപ്പോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. നമ്മളിതിലേക്ക് ചീസും ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉപ്പ് അതിൽ നിന്നൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ആ ഒരു മസാല എല്ലാത്തിലേക്കും വരട്ടെ. ഇത് കുറച്ചൊരു എന്താ പറയുക, നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മസാല പോലെ ആവരുത്, കുറച്ചൊരു ഗ്രേവി ടൈപ്പ് തന്നെ വേണം കേട്ടോ. അതിനാണ് തൈരും ഫ്രഷ് ക്രീമും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. ടർക്കിഷ് ചിക്കൻ്റെ മസാലയാണ് ഇപ്പോൾ നമ്മൾ പെരക്കി വെച്ചത്. അത് നമുക്ക് നേരത്തെ പെരക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കുക്ക് ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് തന്നെ മതി. പക്ഷെ ഞാൻ ഒന്ന് റെഡിയാക്കി വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ എല്ലാം. അപ്പോൾ അതും ഞാൻ നേരത്തെ ആയതുകൊണ്ട് ഫ്രീസറിലേക്കല്ല ഫ്രിഡ്ജിലേക്ക് നന്നായിട്ട് അടച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് ചെറുതാക്കി ഒന്ന് കട്ടാക്കിയിട്ടും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിൽ ഞാൻ എളുപ്പത്തിലാകാൻ വേണ്ടിയിട്ട് കുക്കറാണ് കേട്ടോ യൂസ് ചെയ്ത്. നിങ്ങൾക്കൊരു പാനിൽ വേണമെങ്കിലും അങ്ങനെ ആക്കിയിട്ട് എടുക്കാം. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നെയ്യ് ചൂടായി വരുമ്പോൾ ക്യാരറ്റ് ഇട്ടിട്ടൊന്ന് വഴറ്റൊന്നും വേണം. ഞാൻ ജസ്റ്റ് ഒന്ന് ആ നെയ്യ് എല്ലാ ഭാഗത്തേക്കൊന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. വഴറ്റാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല.
കുക്കറിലാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ, നമ്മളത് നോക്കി നിൽക്കേണ്ട കാര്യമില്ല, അത്രയേ ഉള്ളൂ. മറ്റേത് നിങ്ങൾ ഇതേപോലെ പാനിൽ വഴറ്റി കൊടുക്കുക കേട്ടോ. വഴറ്റിയിട്ടൊന്ന് ക്യാരറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി പാലൊഴിച്ചിട്ട് കേട്ടോ. ആദ്യം ഒന്ന് നെയ്യിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ പാലൊഴിച്ച് കൊടുക്കുക. ഞാനിത് അരക്കപ്പ് അളവാണ് കേട്ടോ. അപ്പോൾ അരക്കപ്പിൻ്റെ 3 കപ്പ്, അതായത് 1.5 കപ്പ് പാല്. 1 കപ്പായാലും കുഴപ്പമൊന്നുമില്ല, 1.5 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് നമ്മളെന്തായാലും ഇതിൽ നിന്ന് ഈ പാല് വറ്റിച്ചെടുക്കും. അപ്പം പിന്നെ പ്രശ്നമില്ല. ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2-3 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ക്യാരറ്റ് കുക്കായി കിട്ടുമല്ലോ. ഇനി അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് നട്ട്സ്, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള കാഷ്യൂ നട്ട്സോ എന്താ വെച്ചാൽ അതെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് ബദാമും വെച്ചിട്ടുണ്ട്. അതെന്ത് നട്ട്സ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒരു 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് പാലധികം അധികം ഉണ്ടായിരുന്നു. ഞാൻ അതൊന്ന് തീ കൂട്ടി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്തു. എന്നിട്ട് ഇതാ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. ഇങ്ങനെ പേസ്റ്റ് ആവണ്ട, ഉടച്ചു കൊടുത്താൽ മതി. അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെ ഒരു നുള്ളു എന്നൊക്കെ പറയും അത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചുവ കേട്ടോ, അപ്പോൾ കൂടിപ്പോവരുതേ. ഇനി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് സാഫ്രോൺ ഇല്ലേ, കുങ്കുമപ്പൂവ്, അതൊരു 2 പിഞ്ചിട്ട് കൊടുത്താലും നല്ലൊരു കളർ കിട്ടും കേട്ടോ. ഒരു കളറിന് വേണ്ടി മാത്രമാണ്. ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര വേണ്ടി വന്നു. അതൊക്കെ നമ്മൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ച ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരിക, അത്രയേ ഉള്ളൂ. കുറേ സമയത്തിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു നെയ്യിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ടുണ്ടാവും കേട്ടോ. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. അതിന് ഞാനൊരു കറക്റ്റ് അളവൊന്നും പറയുന്നില്ല. ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പറയാൻ വിട്ടുപോയത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കപ്പൊടി കേട്ടോ, 1/4 ടീസ്പൂണിൻ്റെ താഴെ. അപ്പോൾ അത് ചേർക്കാൻ മറന്നു പോകണ്ട. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. ഞാൻ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ഒരു എയർ ടൈറ്റുള്ള ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ തണുത്ത് വരട്ടെ. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഖമീർ ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. അതിലേക്കായിട്ട് ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലേ അത്, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര. ഇനി അതിലേക്ക് കുറച്ച് പാലിന് പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല, നമ്മൾ മൈദ എടുക്കുന്നതിന് ഒരു കണക്കാക്കിയിട്ടാണ്. ഞാനിപ്പോൾ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ഇളം ചൂടുള്ള പാൽ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നമ്മുടെ അടച്ചിട്ട് മാറ്റി വെക്കാം. ആ ഇൻസ്റ്റൻറ്റ് ഒന്ന് ആക്റ്റീവായിട്ട് വരട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഒരു ടീസ്പൂൺ ഫുള്ളായിട്ടോ ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ 3 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്തു. മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവായിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കറുത്ത എള്ളും വൈറ്റ് എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറുത്ത എള്ളും ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ കരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും, അതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഇനി ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൈദയിലേക്ക്. എന്നിട്ട് ഇതാ 15 മിനിറ്റിന് ശേഷം ഞാനത് ആ ഒരു പാലിൻ്റെ മിക്സ് എടുത്തിട്ടുണ്ട്. പാലിൻ്റെ ആ ഒരു ചൂട് ഒരിക്കലും കൂടരുത് കേട്ടോ. തണുത്ത പാലും ആവരുത്, ചൂട് കൂടുകയും ചെയ്യരുത്. ഇളം ചൂടുള്ള പാലിനെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് നമുക്കൊരു 2 മണിക്കൂർ കുഴച്ച് വെക്കണം കേട്ടോ, ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ മിക്സാക്കി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പാലിനൊന്നും പ്രത്യേകിച്ച് അളവില്ല. പാല് കുറവാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അങ്ങ് കുഴച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ചപ്പാത്തി പോലെ ടൈറ്റ് ആക്കിയിട്ട് എടുക്കരുത്, കുറച്ചൊരു സ്റ്റിക്കി ആയിരിക്കണം മാവ്. എന്നിട്ട് ലാസ്റ്റ് 1 ടീസ്പൂൺ കയ്യിൽ ഓയിലാക്കിയിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വൃത്തിയിൽ കുഴച്ചെടുക്കാനും വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ പാത്രത്തിലും അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് ഓയിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അതിങ്ങനെ പൊങ്ങി വരുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് 2 മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴത്തേക്കും അത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. പൊങ്ങി വന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ആ ടൈമിന് നമുക്ക് ചുട്ടെടുത്താൽ മതി. അപ്പം തന്നെ ചുട്ടോളണമെന്നൊന്നുമില്ല, അപ്പം തന്നെ ചുടുകയും ചെയ്യാം. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതാ അടുത്തത് ഞാൻ ബട്ടർ നാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് 3 കപ്പ് മൈദ എടുത്തു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ അപ്പക്കാരില്ലേ, ബേക്കിംഗ് സോഡ, അത് ചേർത്ത് കൊടുത്തു. മൈദയിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു 1/4 കപ്പിൽ കുറച്ച് കുറവ് തൈര്, പുളിയില്ലാത്ത തൈര് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തു. ഒരു 2 ടീസ്പൂൺ ഓയിൽ,
ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ, വെളിച്ചെണ്ണ എടുക്കണ്ട, അത് ചേർത്ത് കൊടുത്തു. ഇനി ഒരു ഇളം ചൂടുള്ള പാല് ചൂട് കൂടിപ്പോയരുത് കേട്ടോ, ഓവർ തണുപ്പും ആയി പോരണ്ട, മറന്നു പോകണ്ട, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് മൈദ ഒന്ന് കുഴച്ചെടുക്കുക. ഇതും അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കി ആയിക്കോട്ടെ, ഒരുപാടല്ല, പക്ഷേ ചപ്പാത്തി മാവിനെ പോലെ ടൈറ്റ് ആവരുത് കേട്ടോ. ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പാലും ബാക്കി നിങ്ങൾക്ക് വെള്ളവും കൂട്ടിയിട്ട് കുഴച്ച് വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ പാത്രത്തിലും മുകൾ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ, അപ്പോഴത്തേക്കും നന്നായിട്ട് പൊങ്ങിക്കിട്ടും. മാക്സിമം പോയാൽ ഒരു മണിക്കൂറൊന്നും വേണ്ട കേട്ടോ, അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡി ആയി കിട്ടുമേ. അപ്പോൾ അതും അവിടെ മാറ്റി വെച്ചു. ഇനി ഇതാ ഞാൻ കുറച്ച് വാട്ടർമെലൺ മൊജീറ്റോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് മൊഹീറ്റോ എന്നൊക്കെ പറയും കേട്ടോ. കുറച്ച് വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്, നമ്മളെ തണ്ണിമത്തൻ, അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 2 തവണയായിട്ട് ജ്യൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. അതിലേക്ക് ഒരു പച്ചമുളക് നെടു കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും അരച്ചു കൊടുക്കരുത് കേട്ടോ. പിന്നെ ഒരു ഫുൾ ലെമൺ, ഞാൻ ആ ഫുൾ ലെമൺ എടുക്കുന്നുണ്ട് കേട്ടോ, അതാ പറഞ്ഞ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു കുറച്ച് മിൻറ്റ്, പുതിന കൈയിട്ട് ഒന്നിങ്ങനെ പിച്ചിട്ടിട്ട് കൊടുക്കുക. അത് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ജാറിലിട്ട് കൊടുക്കരുത് കേട്ടോ, ഇതൊന്നും, കാരണം ഭയങ്കര ഫ്ലേവർ, ഒരു കുത്തായിപ്പോവും, അത് വേണ്ട. ഇനി മധുരം ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. മധുരം കുറച്ച് കൂടി നിൽക്കണം, കാരണം നമ്മൾ ഇതിൽ കുറച്ച് സോഡ ഒഴിക്കും കുടിക്കുന്ന സമയത്ത്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മധുരം കൂട്ടിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഓവർ തണുപ്പാക്കുന്നില്ല, കാര്യം സോഡ എൻ്റെത് ഫ്രിഡ്ജിലാണുള്ളത്. പിന്നെ നമുക്കിവിടെ ഇപ്പോൾ ഏകദേശം കുറച്ച് തണുപ്പൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തണുപ്പ് അങ്ങനെ ആക്കുന്നില്ല കേട്ടോ. സോഡേൻ്റെ തണുപ്പ് തന്നെ ഉണ്ടാവും ഏകദേശം. പിന്നെ മന്തിക്കുള്ള അരി അവിടെ ഞാൻ വേവിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മന്തി എപ്പോഴും കാണിക്കുന്നതാണ്, അപ്പോൾ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. മട്ടൻ മന്തി, ചിക്കൻ മന്തി എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുമേ. ഇനിയിപ്പോൾ നമ്മളെ ടർക്കിഷ് ചിക്കനില്ലേ, അത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണ അല്ല കേട്ടോ, ഓയിൽ ഒരു 2-3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി അതിലിട്ടിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ മസാല പെരുക്കി വെച്ചില്ലേ, അത് ഈ മസാല പെരുക്കിയ ഐറ്റംസ് ഒക്കെ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ ഒന്ന് പുറത്തെടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ കുക്കിംഗ് കുറച്ചുകൂടി ഈസി ആവും. അപ്പോൾ എല്ലാ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ, അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഇറങ്ങി വരും. പിന്നെ നമുക്ക് തുറന്ന് വെച്ച് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിലേക്ക് അതേ സമയം നമ്മൾ കുറച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് 1-2 ടീസ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുത്തു. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് വൈറ്റ് സോസിൽ മാറ്റം വരുത്തണം കേട്ടോ. അപ്പോൾ എത്രയാണെങ്കിലും കുഴപ്പമില്ല, അതിനനുസരിച്ച് പാല് കൂട്ടിയിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ മൈദ കൂട്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് പാലൊഴിച്ചിട്ട് ആ മൈദക്കൂട്ട് നമുക്ക് മിക്സാക്കി കട്ടയില്ലാതെ ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഇങ്ങനെ കട്ടിയായി പോകരുത്. അപ്പോൾ ഇതാ മെൽറ്റായിട്ട് ഇതിങ്ങനെ കട്ടിയായിട്ട് വരുന്നതനുസരിച്ച് ഞാൻ പാല് കൂട്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് വേണോ അത്ര ആക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ വൈറ്റ് സോസ് ടൈറ്റായിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല, അതൊന്നിങ്ങനെ ആ ഒരു സമയത്ത് പാല് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ലൂസായി പോയി കഴിഞ്ഞാൽ കുറച്ച് മൈദ ചേർത്ത് ടൈറ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ആ ടെൻഷൻ വേണ്ട. പിന്നെ കുറച്ച് ഉപ്പ്, ഒരുപാട് വേണ്ട, ചിക്കനിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, കുറച്ച് ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വൈറ്റ് സോസും റെഡി. നമ്മളെ ചിക്കൻ ഇത് കണ്ട വെള്ളമൊക്കെ ഇറങ്ങി അതൊക്കെ വറ്റി ഞാൻ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രൈ ആവണ്ട, ഫ്രൈ ആയിട്ട്, എന്നാലും ഏകദേശം ഒന്ന് ആ ഒരു മസാലയ്ക്കൊന്ന് വറ്റി വരിക, അത്രയും മതി. ഇനി നമ്മൾ ചൂടോടെ തന്നെ വൈറ്റ് സോസ് അതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. വൈറ്റ് സോസ് ടൈറ്റ് ആയാലും ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി കേട്ടോ. വൈറ്റ് സോസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും എല്ലാ റെസിപ്പി ഉണ്ടാക്കി നോക്കിക്കോ. ടർക്കിഷ് ചിക്കനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഉടനെ തന്നെ നമ്മൾ ചീസ്, മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ, കുറച്ചോ കൂടുതലോ ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഒറിഗാനോ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, നമ്മൾ ഉണക്കമുളക് കുത്തിപ്പൊടിച്ചതില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച്, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയൊന്നുമില്ല, ഇനി ഇത് അടച്ച് വെച്ചിട്ട് എല്ലാം കുക്കായി കഴിഞ്ഞതാണ്. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി നല്ല അടിപൊളി ഗ്രേവി റെഡി ആവും കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഇതിവിടെ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടോടെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കേണ്ടത്. പക്ഷെ നമ്മളെല്ലാ ഐറ്റവും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊന്നും അപ്പം പിടിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഗ്രേവിയാണ് കേട്ടോ, നല്ല ചീസൊക്കെ നല്ല വലിഞ്ഞ് മെൽറ്റായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഈ ഒരു ഐറ്റം.
പിന്നെ ഞാൻ അടച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ആ ഒരു സമയത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഓവനൊന്ന് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ മന്തിയെല്ലാം എയറെല്ലാം പോയി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മട്ടൻ മന്തി കേട്ടോ നമ്മൾ ചെയ്തത്. മട്ടൻ കുറച്ച് വലിയ പീസാക്കിയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. മട്ടൺ ഞാൻ സെപ്പറേറ്റ് വേവിച്ചു. അതിലേക്ക് നമ്മളെ സാധാ ചിക്കനിലേക്ക് കൊടുക്കുന്ന ഒരു മസാല കൊടുത്തു. എന്നിട്ട് ചോറ് വേവിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മട്ടൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒറ്റ വിസിൽ വന്നാലും കുഴപ്പമില്ല, വരുന്നതിന് തൊട്ട് മുമ്പ് അങ്ങ് ഓഫാക്കിയാൽ മതി. നമ്മളെ മട്ടൺ മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് റെസിപ്പി എല്ലാം കിട്ടുന്നതാണ് മന്തീൻ്റെയൊക്കെ. ഇനി ഇതാ നമ്മളെ ഓവൺ പ്രീ ഹീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഇങ്ങനെ കമ്പിയിൽ കോർത്തിട്ട് റോട്ടിസറി ആയിട്ട് ചെയ്യൂലേ, ഇങ്ങനെ കറങ്ങി കറങ്ങി ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ വലിയ ചിക്കൻ ആയതുകൊണ്ട് ചിലപ്പം എൻ്റെ ഓവണിൽ അവിടെ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പരീക്ഷണത്തിന് ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ നമ്മൾ തട്ടില്ലേ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഇങ്ങനെ കിടത്തി വെക്കുക ചെയ്തത്. ഇനി ഇതാ ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 1 മണിക്കൂർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ടൈം 1 മണിക്കൂറും അതുപോലെ തന്നെ താഴെയും മേലെയും ഉള്ള കോയിൽ വരുന്നതില്ലേ ആ ഒരു ഹീറ്റ് കിട്ടുന്ന രീതിയിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 200 ഡിഗ്രിയിലോട്ട് 200 ഡിഗ്രി 150 ഡിഗ്രിയിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. അത് ഓരോ ഓവണിനനുസരിച്ച് ഹീറ്റിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് നിങ്ങളെ ഓവണിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അതവിടെ റെഡി ആവട്ടെ. അതിന് നല്ല സമയം എടുക്കട്ടെ. 1 മണിക്കൂർ എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഞാനൊരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മുടെ ബദാം മിൽക്കില്ലേ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടെ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് അവർ വന്നാലും നമുക്കിതെടുത്ത് കൊടുക്കാമല്ലോ. ബാക്കിയൊക്കെ നമുക്ക് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളേ ഇനിയുള്ളൂ. നേരത്തെ ആക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഖമീർ ഉണ്ടാക്കാൻ അതൊക്കെയല്ലേ ഉള്ളൂ. നല്ല ചൂടോടെ ആക്കിയെടുക്കുന്ന സംഭവങ്ങളല്ലേ. അപ്പോൾ ഇത് ഞാൻ മഗ്‌രിബിൽ നിസ്കരിച്ച ശേഷം വന്നിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ബട്ടർ നാനിൻ്റെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉൾഭാഗമൊക്കെ ഇങ്ങനെ എന്താ പറയുക പഞ്ഞി പോലെ ഉണ്ടാവും. അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ. അങ്ങനെ ഉള്ളെന്താ പറയുക ഇങ്ങനെ നിങ്ങൾക്കറിയാം. അത് പൊങ്ങിയ മാവ് കണ്ടാൽ അങ്ങനെ ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ ഇതുപോലെ അതിൻ്റെ ഉള്ളിങ്ങനെ വിട്ട് അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിട്ട് കിട്ടണം. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് കിട്ടാം. ബട്ടർ നാൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുക. ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ ചെറിയ ഒരു ചപ്പാത്തീൻ്റെ വേണ്ട, ഒരു പൂരീൻ്റെ ഒക്കെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് മാറ്റട്ടെ എല്ലാം ഒന്ന്. എന്നിട്ട് നമുക്ക് പരത്തലും ചുടലും ഒരുമിച്ച് തന്നെ ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നമ്മളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നമ്മൾ കുറച്ച് അളവിൽ ചെയ്യുമ്പോൾ നമുക്ക് ചൂടോടെ കറിയും ആ ടർക്കിഷ് ചിക്കനും ചൂടോടെ ആക്കിയെടുക്കുക. അതുപോലെ തന്നെ ഇതും ചൂടോടെ തന്നെ ചുട്ട് അങ്ങനെ കഴിക്കുക. ഇത് നമുക്കൊരു പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം ചൂടോടെ ആക്കണം എന്ന് പറഞ്ഞാൽ കുറേ ആളുകളുണ്ടെങ്കിൽ പറ്റും ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ അങ്ങനെ പറ്റും. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് അതെന്തായാലും നടക്കില്ല. നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് ആക്കി വെക്കേണ്ടതായിട്ടും വരൂലേ. അപ്പോൾ അങ്ങനെ അത് ഒരു ഐറ്റം മാത്രമാണെങ്കിൽ നമുക്ക് നല്ല ചൂടോടെ ആക്കിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ റൗണ്ട് ആക്കിയിട്ടല്ല, ഞാൻ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുക്കുന്നത്. ഇനി ഇത് നൈസായിട്ട് ചപ്പാത്തിനേക്കാളും നൈസായിട്ട് കട്ടി കുറഞ്ഞ രീതിയിൽ പരത്തുക. എന്നിട്ട് ഒരു വശം നമ്മൾ പച്ചവെള്ളം ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ആ പച്ചവെള്ളം ആക്കിയ ഭാഗം നമ്മൾ പാനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്, സ്റ്റീലിൻ്റെ പാൻ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു മോശമായ പുതിയ പാൻ എടുക്കരുത്, കുറച്ചൊരു മോശമായ പഴയ പാൻ എടുക്കുക കേട്ടോ. എന്നിട്ട് അത് ചൂടാക്കിയിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോഴും റെഡി ആയിട്ട് കിട്ടും. നിങ്ങൾ പാന് നിങ്ങളെ കയ്യിലുള്ളൊരു പാന് റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നിന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആ കുമിളകൾ ഇങ്ങനെ വരില്ല. ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഫ്ലെയിമിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് തിരിച്ച് പിടിക്കുക. അപ്പോഴാണ് ആ മുകൾ ഭാഗം റെഡി ആയിട്ട് വരിക കേട്ടോ. ഇത് കണ്ട ഇതുപോലെ ചെറിയ കുമ്പളകൾ വന്നിട്ട് നല്ലൊരു കളറും ഞാൻ കാണിച്ച ആ രീതിയിലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ പാന് നിങ്ങളെ കയ്യിലുള്ള പാന് ഏതാണോ അത് കറക്റ്റായിട്ട് വരുന്നത് അതിനാക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇതിലാണ് സ്ഥിരം ആക്കൽ കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കറക്റ്റാണ്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം ആക്കിയാലും അതിങ്ങനെ പുതിയ പാനൊക്കെ എടുത്താലില്ലേ അതിങ്ങനെ അടർന്ന് താഴോട്ട് വീഴും, അടുപ്പിലേക്ക് അങ്ങ് വീഴും. അപ്പോൾ നമുക്ക് പിന്നെ അതുപോലെ പാനിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ചുട്ടുകൊടുക്കാന്ന് വെച്ചാൽ അതൊരു ചപ്പാത്തീൻ്റെ ഫീലിൽ അത് വരുള്ളൂ. ഈ ഒരു നാനിൻ്റെ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന നാനിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ കുക്കറിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതാ ഞാനിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ചൂടോടെ കുറച്ച് ബട്ടറും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പരത്തുന്ന സമയത്ത് അവസാനം മല്ലിയില കുറച്ചിങ്ങ് സ്പ്രെഡാക്കിയിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, പരത്തി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ പരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചിങ്ങനെ ഇട്ട് കൊടുത്തതാണേ. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തിരിച്ച് ഇങ്ങനെ ഫ്ലെയിമിലേക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഭാഗം ഇങ്ങനെ പൊള്ളി നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ. ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണേ. അപ്പോൾ നമ്മളെ ബട്ടർ നാനെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഖമീർ അതും കൂടെ റെഡിയാക്കി ഇടണം. അപ്പോൾ അതിൻ്റെ മാവൊക്കെ ഇത് നന്നായിട്ട് പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവ് ഇനി ഒന്നുകൂടെ ആ ഒരു ഫ്ലഫിനെസ്സൊക്കെ ഒന്ന് പോക്കണം. എന്നിട്ട് കൈവച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കുക. അത് നമ്മുടെ ബട്ടർ നാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. മാവ് ഒന്നുകൂടെ പൊങ്ങി വന്ന് അതിങ്ങനെ ബട്ടർ നാനിൻ്റെ മാവ് ഇങ്ങനെ പൊങ്ങിയൊന്നും വരില്ല അധികം, പക്ഷേ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയാണ് കേട്ടോ ചെയ്യുക. ഇത് പക്ഷേ ഇങ്ങനെ പൊങ്ങി വരുവേ. ഇനി ഓരോ ഉരുളകളായിട്ട് എടുക്കുക. ചെറുതാക്കിയാൽ മതി. കാര്യം ഇത് അത്യാവശ്യം കട്ടി ഉണ്ടാവും, പക്ഷേ ഒരുപാട് വലുപ്പത്തിലല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുപ്പത്തിൽ റൗണ്ടാക്കിയിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ആ ഒരു രീതിയിലല്ല, ബോളാക്കിയിട്ടാട്ടോ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ടാണ് ആക്കിയെടുക്കുന്നത്. അപ്പോഴാണ് ഓർത്തെ നമ്മളെ ചിക്കൻ ടിക്ക കബാബ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് വെക്കട്ടെ, അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. എന്നിട്ട് നമ്മളെ ഖമീർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലത്തെ സ്ക്യൂർ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. വുഡിൻ്റെ ആണെങ്കിലും ഇനിയിപ്പം ഇരുമ്പിൻ്റെ അതില്ലേ പപ്പടക്കോലിൻ്റെ ആ ഒരു മെറ്റൽ ആ ഒരു ടൈപ്പും വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ക്യാഷേ വരുന്നുള്ളൂ കേട്ടോ ഈ വുഡിൻ്റെ സ്ക്യൂറിന്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോന്നിങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഒരുപാട് വലിയ ചിക്കൻ പീസസ് എടുക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നത് പോലെ ഇങ്ങനെ ഇതിൽ സ്ക്യൂറിലേക്ക് ഇങ്ങനെ കോർത്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് റെഡി ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതുപോലെ പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. ഓയിൽ ഒഴിച്ചതിന് ശേഷം ചൂടായതിനു ശേഷം അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്ക് നമ്മളിത് വിട്ടു പോകരുത്, ഇടയ്ക്ക് വന്നിട്ടൊന്നിങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടത് എല്ലാ ഭാഗവും കുക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു ഭാഗം ഫുൾ കുക്കായതിന് ശേഷം അടുത്ത ഭാഗം അങ്ങനെയല്ല, ഒരു ഭാഗം ഒന്ന് വാടി വരുമ്പോൾ തിരിച്ച് വെച്ച് കൊടുക്കുക, പിന്നെ വീണ്ടും തിരിച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഇത് ഓയിൽ ഇനി ഒഴിക്കുകയേ വേണ്ട കേട്ടോ. അത് തന്നെ മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. അത് ഞാൻ വർക്ക് ഏരിയയിലായിട്ടാണ് വെച്ചത്, കാരണം ഇവിടെ ഞാൻ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കുന്നുണ്ടല്ലോ അതുപോലെ. ഇനി നമ്മൾ ഖമീർ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഖമീർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓരോ റൗണ്ടാക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം ഇതിലേക്ക് എള്ളിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എള്ളിട്ട് കൊടുക്കാം കേട്ടോ. വൈറ്റ് എള്ളും ബ്ലാക്ക് എള്ളും ഇതുപോലെ എഗ്ഗ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ പരത്തിയതിന് ശേഷം എഗ്ഗ് ബ്രഷ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകൾക്ക് ഇങ്ങനെ വെതറി കൊടുത്താൽ മതി. എള്ള് വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, ബ്ലാക്ക് ആണെങ്കിൽ വൈറ്റ്, രണ്ടും എടുക്കുകയാണെങ്കിൽ അങ്ങനെ കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് അതിനൊന്നും ടൈം കിട്ടൂല എന്നറിയാം ചൂടുന്ന സമയത്ത്, അതുകൊണ്ട് അതിലേക്ക് മിക്സ് ആക്കിയിട്ട് കുഴച്ചതാണ്. ഇനി ഇതാ എണ്ണ ഓവർ ചൂടാവരുത് കേട്ടോ. നമ്മൾ നെയ്പ്പത്തിരിയൊക്കെ ആക്കി എടുക്കുന്നത് പോലെ ഫസ്റ്റിൽ തന്നെ ഒരുപാട് അങ്ങ് ചൂടാക്കി എടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെന്ത് വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കുക. തിരിച്ചും മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കുക. അതിൻ്റെ ഉൾഭാഗം ശരിക്കും ബ്രെഡ് പോലെ ഇങ്ങനെ ഉള്ളിങ്ങനെ പൊങ്ങുപോലെ ഉണ്ടാകും. അങ്ങനെ ആയിട്ട് വരണം കേട്ടോ. അതിനാണ് നമ്മൾ കുറച്ച് കട്ടിക്ക് ഇത് പരത്തിയെടുക്കുന്നത്. വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു കട്ടിക്ക് നിങ്ങൾ പരത്തിയിട്ടെടുക്കാം. ഒരുപാട് തിന്നാക്കിയിട്ട് കൊടുക്കരുത് കേട്ടോ. തിന്നാക്കി കൊടുക്കുകയും ചെയ്ത് അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടൂല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ റൗണ്ടാക്കിയിട്ട് ഇതുപോലെ 4 ആക്കിയിട്ടോ അല്ലെങ്കിൽ കുറേ പീസസ് ആക്കിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടോ അങ്ങനെയും എടുക്കാം കേട്ടോ. നമ്മൾ മുന്നേ ഖമീർ ഉണ്ടാക്കിയ വീഡിയോ അത് മാത്രമായിട്ട് ഉണ്ടാക്കിയ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാവശ്യമുള്ളവർ അത് കണ്ടു നോക്കുക. അതൊരു വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ട്, ഇതൊരു വേറെ രീതിയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിനി ഓരോന്നായിട്ട് ചുട്ടെടുക്കട്ടെ. പരത്തലും ചൂടലും അവിടെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് സമയം സാധാരണ വരുന്നത് 1 മണിക്കൂർ ഫുള്ള് വരും. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഇത് 1 മണിക്കൂർ കഴിഞ്ഞ ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. കാരണം ഇങ്ങനെ തിരിഞ്ഞ് താനേ വരുന്നതല്ലല്ലോ. അപ്പോൾ അതൊന്ന് തിരിച്ച് വെച്ച് കൊടുത്തു. എന്നിട്ടൊരു 30 മിനിറ്റ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് റെഡിയായി കിട്ടിയത്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുക്കറിൽ വെള്ളമൊന്നും ഒഴിക്കാതെ മസാല പെരുക്കി ചിക്കൻ അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുത്തതിന് ശേഷം അതെടുത്ത് ഇതുപോലെ എന്തെങ്കിലും കടായി വെച്ചിട്ട് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂണെല്ലാം ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചും ഒന്നും ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്താലും മതി കേട്ടോ. എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റഫീഖയും ഈ ഒരു സമയത്താണ് വന്നത്. അപ്പോൾ ഞാൻ അവർക്ക് വെൽക്കം ഡ്രിങ്ക് എല്ലാം കൊടുത്തു. ഇനി നമ്മളെ ഫുഡൊക്കെ ഒന്ന് സെർവ് ചെയ്യട്ടെ കേട്ടോ. പിന്നെ നമ്മൾ
ഫുഡ് ഉണ്ടാക്കുക. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല വൃത്തിയിൽ നല്ല ഉള്ളതിൽ നല്ല വൃത്തിയുള്ള പാത്രങ്ങളിലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ അത് എന്താ പറയുക അറേഞ്ച് ചെയ്തിട്ട് സെർവ് ചെയ്യുകയും കൂടി ചെയ്യാം. ഇപ്പോഴും എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഫുഡ് ഉണ്ടാക്കുന്നതും. അത് സമയമുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആണെങ്കിൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ശരിക്കും നമ്മൾ വീഡിയോ എടുത്തിട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുറച്ചുകൂടി സമയം നമുക്ക് പോകും. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ എല്ലാം. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാനേ ഇനിയുള്ളൂ. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തു. പിന്നെ നമ്മളെ മൊജിറ്റോ അതും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അതിലൊന്നുമില്ല, നമ്മൾ മധുരമെല്ലാം റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് ഞാൻ പച്ചമുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് അരിപ്പയിലൂടെ അരിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് സോഡയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കറക്റ്റ് തണുപ്പുണ്ടായിരുന്നു കേട്ടോ, സോഡ നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ രീതിയിലാണ് നമ്മൾ ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടർക്കിഷ് ചിക്കനില്ലേ അത് ജസ്റ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വെച്ചപ്പോഴത്തേക്ക് ആ ചീസൊക്കെ ഒന്നും കൂടെ മെൽറ്റായി നല്ലൊരു ഗ്രേവിയിലായി കിട്ടി കേട്ടോ. അതിങ്ങനെ കട്ടിയായിട്ട് വരും. പക്ഷെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ തന്നെ ആ ഒരു മെൽറ്റാക്കി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു പാനിൽ തന്നെ സെർവ് ചെയ്താൽ മതി കേട്ടോ. വേറൊരു പാനിലേക്ക് നമ്മൾ മിക്സ് ആക്കിയിട്ടൊന്നും അതെടുക്കരുത്, അങ്ങനെ തന്നെ വേണം വെക്കാൻ. എന്താണ് ഇതിഞ്ഞു വേണം? ഇത് കുടിച്ചോളി, ഇവിടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. മാഷാല്ലാ എല്ലാം നല്ല അടിപൊളിയായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു, ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെ. അപ്പോൾ വന്നത് മച്ചും റാഷിയും റാഷീൻ്റെ പെങ്ങളും പിന്നെ റമലത്തെയും അളിയനും ആദ്യമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അവരെ കൂട്ടത്തിലിരുന്നിട്ട് നമ്മളും ഫുഡൊക്കെ കഴിച്ചു. അൽഹംദുലില്ലാ മാഷാല്ലാ എല്ലാം നല്ല റാഹത്തിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മളെ ക്യാരറ്റ് ഹൽവ അതും കൂടെ ഒന്ന് സെർവ് ചെയ്യട്ടെ. അപ്പോൾ ഹൽവയൊക്കെ നല്ല തണുത്ത് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ നല്ല കോമ്പിനേഷൻ. ഇനി അങ്ങനെ മാത്രം വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, പക്ഷേ ഇത് രണ്ടും കൂടെ കഴിക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇനി എല്ലാവരും പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത്. പിന്നെ ലൈക്കിൻ്റെ കാര്യം എന്തായാലും മറക്കാതെ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. എന്നാ ശരി. യാത്രയില്ല നമ്മൾ കുടിക്കോളി. വലൈക്കും അസ്സലാം. ശരി. ഏയ് മെലിഞ്ഞിട്ടാ, ഇപ്പോഴും നല്ല മെലിഞ്ഞിട്ടാ. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. വലൈക്കും അസ്സലാം.